കോളേജിൽ അധ്യാപകനാകാൻ കോഴ കൊടുത്ത് കയറണോ, അതല്ല ആ പൈസ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് മാസം മാസം ഇൻട്രസ്റ്റ് മേടിച്ച് സമാധാനമായിട്ട് മുന്നോട്ട് പോകണോ? ഇതിലേതാണ് ബെറ്റർ ഓപ്ഷൻ? ഒരുപാട് പേര് കുറെ വർഷങ്ങളായിട്ട് തന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഇതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. നമ്മുടെ നാട്ടിലെ ഒരുപാട് ആൾക്കാരുടെ സ്വപ്ന ജോലിയാണ് കോളേജ് അധ്യാപകരാകുക എന്നുള്ളത്. സോ PG കഴിഞ്ഞ് അതിനുശേഷം നെക്സ്റ്റ് നെറ്റോ JRF പഠിക്കുന്നു, ദെൻ PhD ചെയ്യുന്നു. ഇതൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ കോളേജ് അധ്യാപകരാകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. സോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ മെയിൻ ചാനലിൽ KCS ക്ലാസ്സസ് എന്ന് പറയുന്ന ചാനലിൽ ദുരവസ്ഥ എന്ന് പറഞ്ഞുള്ള ഒരു സീരീസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ ഒരുപാട് കോളേജിൽ ഇൻ്റർവ്യൂവിന് പോയി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കോഴക്കണക്കുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ദെൻ ഇപ്പോൾ ഞാൻ അന്ന് പോയ റേറ്റ് അല്ല ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് ഒക്കെ കൂടി. സോ ഒരു 10-12 വർഷം മുമ്പത്തെ കഥ നോക്കുകയാണെങ്കിൽ അന്നൊക്കെ ഒരു 40 lakhs 50 lakhs ഒക്കെ ആയിരുന്നു റേഞ്ച് എങ്കിൽ ഇപ്പോൾ 90 lakhs അതുപോലെ തന്നെ 1 CR ചിലർ പറയുന്നതിനേക്കാൾ കൂടുതൽ ചോദിക്കുന്നുണ്ടെന്നുള്ളത്. ഞാനിപ്പോ ഈ കോടിക്കണക്കിന്റെ കാര്യങ്ങൾ നോക്കാറില്ല. കാരണം നമ്മളെ സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പലരും പറയുന്നുണ്ട് 1 കോടിയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ചോദിച്ച ആ റേറ്റ് ആണ്, അതിനേക്കാൾ കൂടുതൽ ചോദിക്കുന്നുണ്ടെന്നൊക്കെയാണ്. നമ്മൾ കൂടുതലൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു 90 lakhs 95 lakhs ഒക്കെ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാർ. അപ്പോൾ ഈ എമൗണ്ട് കൊടുത്ത് ഈ ജോലിക്ക് കയറണോ, അതല്ല നമുക്ക് ഇത് ബാങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോഴും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ബാങ്കിൽ FD ഇടാന്നുള്ളതാണ്. FD ഇട്ടാൽ ഏറ്റവും കുറവ് ഒരു 7% എങ്കിലും നമുക്ക് 7% 7.5% ഒക്കെയാണ് കിട്ടാം. അതല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു മീഡിയം റിസ്ക് ഒക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനെയൊക്കെ ഡിവേഴ്സിഫിക്കേഷൻ നടത്താനുള്ള സാധ്യതയുണ്ട്. കുറച്ച് എമൗണ്ട് മ്യൂച്വൽ ഫണ്ട്, കുറച്ച് എമൗണ്ട് FD, അങ്ങനെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്ര എമൗണ്ട് കൊടുത്ത് ഈ ജോലിക്ക് ട്രൈ ചെയ്യണോ നല്ലത്, അതല്ല ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻട്രസ്റ്റ് മേടിച്ച് മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? അപ്പൊ നമുക്കിത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ നമ്പർ 1 നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് അത്രത്തോളം പാഷൻ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. സോ ഈ പൈസ കൊടുത്ത് കയറുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പല എയ്ഡഡ് കോളേജസ് ടൈപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ നമ്പർ 1 ഇപ്പോൾ SN കോളേജ്. അപ്പോൾ ഞാൻ SN കോളേജിന്റെ പ്രത്യേകത പറയാറുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന പോലെ അവിടെ ജാതി മതമൊന്നും നോക്കില്ല, ഗാന്ധിജിയുടെ നോട്ട് മാത്രം നോക്കിയിട്ട് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ട്രസ്റ്റാണത്. ആര് കാശ് കൊടുക്കുന്നു, ഏത് മതമാണെങ്കിലും ജാതിയാണെങ്കിലും ആര് കാശ് കൊടുക്കുന്നു അവർക്ക് ജോലി കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഗാന്ധിജിനെ മാത്രമാണ് നോക്കുന്നത്, വേറെ ഒന്നും നോക്കില്ല. ദെൻ രണ്ടാമത് വരുന്നത് NSS ആണ്. അവിടെ രണ്ടും നോക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ, ദെൻ നായരാണോ എന്നുള്ള കാര്യം നോക്കും, അതുപോലെ തന്നെ ക്യാഷ്. ഇത് രണ്ടും കൂടിയിട്ടാണ് നോക്കുക. ക്യാഷിന്റെ ഇതുണ്ട്, പക്ഷേ ഈ പറയുന്ന SN ട്രസ്റ്റുകാർ ചോദിക്കുന്ന അത്രത്തോളം വലിയ റേറ്റുകളില്ല. ഇപ്പോൾ ഞാനൊരു 10-15 വർഷം മുമ്പത്തെ കഥയൊക്കെ നോക്കുകയാണെങ്കിൽ അന്നൊക്കെ ഏറ്റവും കുറവ് റേറ്റ് ആയിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 ലക്ഷം 30 ലക്ഷം വിത്ത് ഈ കമ്മ്യൂണിറ്റി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. റെക്കമെൻഡേഷൻ അങ്ങനെയൊക്കെ നോക്കി. റെക്കമെൻഡേഷൻ ഇൻ ദ സെൻസ് മീൻസ് ഈ NSSന്റെ ഇപ്പൊ നിങ്ങളുടെ വീട് എവിടെയാണെങ്കിൽ കരയോഗം ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമൊക്കെ ഇന്റർവ്യൂവിന് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാണ്ട് ഈ ഇന്റർവ്യൂവിന് പോയി, പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ പട്ടി ചന്തയ്ക്ക് പോണ പോലെ അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പൊ ഞാനതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കാണാം. സോ അതാണ് NSSനെ പറ്റി പറയാനുള്ളത്. രണ്ടും നോക്കും, ജാതിയും നോക്കും, അതുപോലെ തന്നെ ക്യാഷും. സോ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു കളി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എത്രത്തോളം ഈ സ്വാധീനമുണ്ട്, എത്രത്തോളം ചിലപ്പോൾ എമൗണ്ടിൽ വ്യത്യാസങ്ങൾ വരുന്നുള്ളതാണ്. പിന്നെയുള്ളത് നമുക്കറിയാം ക്രിസ്ത്യൻസിന്റെ കോളേജസ് ആണ്. അവിടെ പലതരത്തിലുള്ള സഭകളുണ്ടല്ലോ, അതനുസരിച്ച് വ്യത്യാസമുണ്ട്. എന്തെങ്കിലും ഇതിനെ രണ്ടെണ്ണത്തിന് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറവാണ്. അവിടെയും ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മൾ വരണം എന്നുള്ളതാണ്. അതിന്റെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വേണം. ദെൻ അവിടെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയണത് ഞാൻ കേട്ടിട്ടുള്ളത്,
അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു മാസത്തെ സാലറിയോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇത്ര ദിവസത്തെ സാലറിയോ നമ്മൾ റിട്ടയർ ചെയ്യണവരെ സഭയ്ക്ക് കൊടുക്കുക. റിട്ടയർ ചെയ്യുന്നവരെ നിങ്ങൾക്ക് എത്രയാണോ ഒരു വർഷം സാലറി കിട്ടുന്നത് അതിൽ ഇത്ര ദിവസത്തെ ശമ്പളം നമ്മൾ സഭയിലേക്ക് കൊടുക്കുക. അപ്പം നമ്മുടെ സാലറി സ്കെയിൽ കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അവിടെ പലപ്പോഴും ബിഗിനിങ്ങിലുള്ള ആ വലിയ എമൗണ്ട്, ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് കോൺട്രിബ്യൂഷൻ അവർ മേടിക്കേണ്ടായിരിക്കും, പിന്നെ ഈ എമൗണ്ട് ആയിരിക്കും കൊടുക്കേണ്ടതായിട്ട് വരാം. ചില സമയത്ത് ഞാൻ പറഞ്ഞു ഈ മന്ത്ലി എമൗണ്ടുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം മാത്രമാണ്. ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള വലിയ കോൺട്രിബ്യൂഷൻ അവർ ചോദിക്കുന്നത് പല സ്ഥലത്തും കുറവാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇതാണ് ബെറ്റർ ആയിട്ട് എന്താണ് തോന്നാറ്. ബട്ട് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചിരിക്കണം. പിന്നെ അവിടെയും എന്താണ് ബിഷപ്പിന്റെയും ഇതൊക്കെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ്, പിന്നെ കുറെ ഭാഗ്യങ്ങളുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ജോലി കിട്ടാം. ഇത്രത്തോളം എമൗണ്ട് കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ കയറണം എന്നുള്ളതാണ് ചോദ്യം. സോ 1 CR അടുത്തൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ ഈ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. ഇത് നമ്മള് ഭണ്ഡാരത്തിലിട്ട പോലെയാ. നമുക്കൊരു ജോലി നൽകുന്നു, നമ്മൾ ഇനി റിട്ടയർ ആവണ വരെ ജോലിക്ക് പോകണം, ദെൻ അതിൽ നിന്ന് നമുക്ക് ശമ്പളം കിട്ടുന്നു. നമ്മുടെ ക്യാപിറ്റല് ഇപ്പൊ 1 കോടിയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് പോയി, പിന്നെ നമ്മൾ 0 ആണ്. നമ്മളിനി അതിൽ നിന്ന് എന്ത് ചെയ്യണം, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോ ഇത്രത്തോളം എമൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പേ 57,700, 60,000 അടുത്താണ് നമുക്ക് വരുന്നത്. ഇപ്പൊ DHRA ഒക്കെ കൂടിയിട്ട് വരുമ്പോൾ ഒരു 90-95 വരും. നമുക്കൊക്കെ പിടുത്തം കഴിഞ്ഞിട്ട് കയ്യിലോട്ട് കിട്ടാൻ ഒരു 70 രൂപയൊക്കെ ആയിരിക്കും, 70 or 75 ഒക്കെ ആയിരിക്കും കിട്ടാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. 70,000 ഒക്കെയാണ് നമുക്ക് വരാം ബിഗിനിങ്ങില്. അപ്പൊ നമ്മുടെ കയ്യില് ക്യാപിറ്റൽ ഇല്ല, നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോകണം. ദെൻ അഡീഷണൽ ട്രാൻസ്പോർട്ടേഷൻ ചെലവുകള്, ഒരുപാട് അഡീഷണൽ ചെലവുകളുണ്ട് ഒരാൾ ജോലിക്ക് പോകുമ്പോൾ. നമുക്ക് ഇപ്പോൾ 70,000 കിട്ടുന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും, മറ്റു ചെലവുകൾ ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 40 അല്ലെങ്കിൽ 40-45,000 ഒക്കെ ആയിരിക്കും മറ്റു ചെലവുകളൊക്കെ ആയിട്ട് കയ്യിൽ കിട്ടാം. പിന്നെ നമുക്കുള്ളൊരു സംതൃപ്തിയാണ് അവിടെ മോർ ദാൻ എനിത്തിങ്. എല്ലാവരും ഈ പ്രൊഫഷനിലോട്ട് ഇറങ്ങുന്നത് അതുകൊണ്ടാണല്ലോ, പാഷനാണ്. ഇപ്പൊ എനിക്കും അത്രത്തോളം പാഷനാണ്. ദെൻ എനിക്ക് ഇത്രത്തോളം എമൗണ്ട് കൊടുക്കാനില്ലാണ്ട് ഇപ്പോൾ ആ വാശിപ്പുറത്ത് ഞാൻ എന്ത് ചെയ്തു, സ്വന്തം സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു, അത് സക്സസ് ആയി. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ ആൾക്കാർക്ക് ഇപ്പോൾ ജോലി കൊടുക്കാനും പറ്റുന്നുണ്ട്. ദെൻ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു കോളേജിലാണ് ഞാൻ ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ച് കുട്ടികളെ മാത്രമാണ് പഠിപ്പിക്കാൻ പറ്റാം. ഇപ്പം എനിക്ക് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഓൺലൈനായിട്ട്. അത് ഞാൻ സെലക്ട് ചെയ്ത എൻ്റെ വേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാഷൻ ഉള്ളത് കൊണ്ടാണല്ലോ ഇതിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ജോലിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി നിങ്ങളിത് 1 CR അല്ലെങ്കിൽ 90 lakhs ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഏറ്റവും സേഫസ്റ്റ് എന്ന് പറയുന്നത് 7% ഒക്കെ അല്ലെങ്കിൽ 7.5% നമുക്ക് FD ഇട്ടാൽ നമുക്ക് റിട്ടേൺ കിട്ടും. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 55,000 അല്ലെങ്കിൽ 60,000 രൂപയുടെ അടുത്ത് നമുക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് ലഭിക്കുന്നുള്ളതാണ്. ഇത്രത്തോളം എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു മീഡിയം റിസ്ക് ഒക്കെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടും. ഒരു പണിയും ചെയ്യാണ്ട് വീട്ടിലിരുന്നാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ടിന്റെ വ്യത്യാസം അവിടെ വരുന്നുള്ളൂ. ആക്ച്വലി അതില്ല, വ്യത്യാസം ഇല്ല എന്ന് പറയാം. നമുക്ക് ഡെയിലി പോയി അതിന്റെ സ്ട്രെസ്, ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടായിരിക്കും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ മറ്റ് ചിലവുകളൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആൾക്കാർ പറയും റിവിഷൻ സംഭവിക്കും. പിന്നെ അതൊക്കെ ആക്ച്വലി ഇൻഫ്ലേഷന്റെ ബേസിൽ വരുന്ന റിവിഷനാണ്. ഓരോ പ്രാവശ്യം റിവിഷൻ സംഭവിക്കും, അങ്ങനെ ശമ്പളം കൂടും. അതൊക്കെ എന്താണ്, ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപയുണ്ട് അല്ലെങ്കിൽ 90 lakhs rupees ഉണ്ട്. ഇത് കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ചോദിക്കുന്ന ആൾക്കാര്, പെസൻ ട്രസ്റ്റ് ആവട്ടെ മറ്റുള്ള എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ കാശ് കൂടി കൂടി ഓരോ പ്രാവശ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ആദ്യം 70 ലക്ഷം ഉണ്ടായിരുന്നു, അത് 75 ആയി, 80 ആയി. അപ്പൊ അവിടെ 3 പേര് വരാണ് 80 ലക്ഷം കൊടുത്തിട്ട്. അപ്പോൾ ഒരാൾ പറയണു എനിക്ക് എന്തായാലും ഈ സീറ്റ് വേണം, എനിക്ക് എന്തായാലും വേണം എന്ന് പറയുമ്പോ ഇത് ചോദിച്ചിട്ട് ഈ സെയിം റേറ്റിന് വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ജസ്റ്റ് കച്ചവടമാണ്. അപ്പൊ അപ്പുറത്തെ ആൾ പറയാം ഞാൻ അങ്ങനെയാണെങ്കിൽ 80 lakhs വരാം, 90 lakhs തരാം. വേറെ ആൾ പറയാം 1 CR തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ റേറ്റ് കൂടി മാർക്കറ്റില്. ഇതാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ 1 കോടി രൂപ വരെയാണ് കഥ കേട്ടിട്ടുള്ളത്. ഇനി ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരു 1.5 കോടി കേട്ടിട്ടുണ്ടെന്നുള്ളത്. അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായുള്ള ധാരണ ഇല്ല. 1 CR വരെയുള്ള കഥ എനിക്കറിയാം.
ഓക്കെ, ഇത് കോളേജിലത്തെയാണ് റേറ്റ് പറഞ്ഞത്. സ്കൂളുകളിൽ എത്രയാണെന്നുള്ളത് നിങ്ങൾ പറയാട്ടോ. ഞാൻ സ്കൂളിൻ്റെ കഥയിലോട്ട് പോകാറില്ല. അപ്പോൾ നമുക്ക് കയ്യിൽ ക്യാപിറ്റലുണ്ട്, 1 CR ക്യാപിറ്റൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ക്യാപിറ്റൽ പോയിട്ടില്ല. ദെൻ നമുക്ക് അവിടെ മന്ത്ലി ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ്. നമ്മൾ ഈ എമൗണ്ട് മുഴുവൻ എടുക്കുന്നില്ല, കുറച്ച് എമൗണ്ട് മാത്രമാണ് മാസം ഇൻട്രസ്റ്റ് ആയിട്ട് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ളൂ. എങ്കിൽ ഇത് കോമ്പൗണ്ട് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് തന്നെ വലിയൊരു എമൗണ്ടിലോട്ട് പോകുന്നുള്ള. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കോഴ കൊടുത്ത് ജോലിക്ക് കയറരുത് നിർബന്ധമായിട്ടും. എൻ്റെ റിക്വസ്റ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കൊടുക്കാൻ ആൾക്കാരുണ്ടാകുമ്പോൾ ഈ മേടിക്കുന്ന കള്ളന്മാര് അവര് ഈ പൈസ മേടിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. വെറുതെ കിട്ടുന്ന ഈ പൈസ അവർക്ക് പല എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കൊടുക്കുന്നത് കൊണ്ടാണ് അത് മേടിക്കാൻ ആൾക്കാരുണ്ടാവുന്നത്. കൊടുക്കാണ്ട് നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ ഈ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോവാ. വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നേ. ഇപ്പം ടീച്ചിങ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞു, സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഏർപ്പെടാൻ പറ്റും. ഓൺലൈനായിട്ടുള്ള തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ പൈസ പോയാലും കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ പോലെ പാഷനാണ്. സ്റ്റാറ്റസ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ട ഒരു കാര്യമാണ്. സ്റ്റാറ്റസ് ആണ്. എന്താണ് ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, അസിസ്റ്റന്റ് പ്രൊഫസറാണ് ആ ഒരു കോളേജിൽ, ആ ഒരു സ്റ്റാറ്റസ് ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോവാം. അതല്ലാണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ കള്ളന്മാർക്ക് കാശ് കൊണ്ട് കൊടുക്കല്ലേ. നിങ്ങളുടെ ഈ പാഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അതല്ലാണ്ട് ഈ കോളേജിലോട്ട് ഇപ്പോൾ ഒരു കാറിൽ പോകുന്നു, അവിടെ ഇറങ്ങി എന്താണ് 9 to 5 ജോബ് ചെയ്ത് പോരുന്നു, ഈ ഒരു സാലറി മേടിക്കുന്നു ആൾക്കാരുടെ മുമ്പിൽ. അതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ അതൊന്നല്ല റിയാലിറ്റി എന്ന് പറയണത്. ഇപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കുന്നതിന് പകരം ഈ പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് റിട്ടേൺ കിട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിലോട്ട് പോവാ. എന്തിനീ കള്ളന്മാരെ വളർത്തുന്നത്? ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ റിട്ടേണിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഈ നമ്മുടെ കയ്യിൽ ഈ ക്യാപിറ്റൽ 1 കോടിയൊക്കെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിനെ വളർത്താനും അതിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള റിട്ടേൺ കിട്ടാനും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ തന്നെ നമുക്ക് പോസിബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ചുറ്റുമുണ്ട്. അതിലോട്ടൊക്കെ പോവാ. അതല്ല ഈ കള്ളന്മാർക്ക് കാശ് കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഫുൾഫിൽ ചെയ്യാനാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. കാരണം എത്രത്തോളം ആൾക്കാർ കൊടുക്കാനുണ്ടോ ഇവരുടെ റേറ്റ് കുട്ടി കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ പുതിയ റേറ്റും കണക്കുകളും എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ 1 കോടി രൂപയുടെ വരെ കഥ കേട്ടിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ആണ് ഇപ്പോഴെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കുറച്ചും കൂടി കുറവിനെ നെഗോഷിയേറ്റ് ചെയ്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ചില ആൾക്കാർ പറയുന്നുണ്ട് 1 കോടി ചോദിച്ചു 90 lakhs കിട്ടി, അല്ലെങ്കിൽ 95 lakhs കിട്ടിയെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കള്ളന്മാർക്ക് പൈസ കൊടുക്കാതിരിക്കുക. ഞാൻ അങ്ങനെ തന്നെ പറയും അവരെ പറ്റിയിട്ട്. അവരെത്ര എക്സ്പ്ലനേഷൻ പറഞ്ഞാലും ചെയ്യുന്നത് ശരിയല്ല. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പേഴ്സണൽ ഫിനാൻസ് ആണ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസ ആയിരിക്കും. ഇതൊക്കെ വല്ലവരും കൊണ്ട് കൊടുക്കല്ലേ, ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ട്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.